海の中にある赤と青き線それらが結ばれるのは真のഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗിവ് അവേ വിന്നർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്കറിയില്ല ആരാണ് വിന്നർ എന്നുള്ളത്, കാരണം നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ റീച്ച് ചെയ്യുന്നോ അപ്പോഴായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുക. അതുവരെ നമ്മളിടുന്ന ലോങ് വീഡിയോസിനകത്ത് കുറച്ചധികം ക്ലൂസ് ഉണ്ടാവും. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ മെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് 3 ക്ലൂസ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിനകത്ത് 2 ക്ലൂസ് ഉണ്ട് ലോങ് വീഡിയോയ്ക്കകത്ത്. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തേ ചെയ്യാന്ന് വെച്ചാൽ, ഏത് സെക്കൻഡിലാണ് ആ ക്ലൂ വിസിബിൾ ആവുന്നതെന്നുള്ള ആ ഒരു സെക്കൻഡും എന്താണ് ക്ലൂ എന്നുള്ളതും മാത്രം DM ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തവർ ഈ വീഡിയോയിൽ മാത്രം ക്ലൂസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അയക്കുക. അല്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ രണ്ടും ചേർത്തിട്ട് എനിക്ക് അയക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് നമുക്കൊരു ഗ്രിഡഡ് നോട്ടാണുള്ളത്, ജേർണലിംഗ് നോട്ട്. അത്യാവശ്യം നല്ല പേജസ് ഉണ്ട്, കാണാനും നല്ല പ്രിട്ടിയാണ്. ഗ്രിഡഡ് നോട്ടാണ്, നിങ്ങൾക്കറിയാം. അത്യാവശ്യം പ്രിറ്റി ആൻഡ് എസ്തെറ്റിക് കൊറിയൻ ടൈപ്പ് ഓഫ് ബുക്കൊക്കെയാണ് കൂടുതലും ഗ്രിഡഡ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെയും ഡോട്ടഡും ഗ്രിഡഡ് നോട്ടൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട് ഒരു കവറിങ്ങൊക്കെ ഉള്ളൊരു ഫെയറി ലുക്ക് തരുന്ന ഒരു നോട്ടാണ് നമുക്കുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പോളറോയിഡ് കാർഡ് പോലെയൊക്കെ ടിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കാർഡാണ്. അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്, അത്യാവശ്യം കുറേ എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് 3 എണ്ണമാണ് നമുക്ക് ടിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. നല്ല പ്രിറ്റിയുടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല, കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊള്ളാം വാവ് തോന്നുന്ന സംഭവങ്ങളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അയക്കുന്നതെന്ന് പറഞ്ഞാൽ, മീൻസ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇതിനകത്ത് എന്താണെന്ന് കാണാനായിട്ടൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഗിവ് അവേ കിട്ടിയില്ല എന്ന് വെച്ചോ, അഥവാ നിങ്ങൾക്ക് വാങ്ങാനായാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ലിങ്ക് വേണം എന്നുള്ളവരാണെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലിങ്ക് വേണം എന്നൊക്കെ ഉള്ളവർ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജേർണലിംഗ് കിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏത് കളർ തീമിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണലിംഗ് കിറ്റാണ്. നമുക്ക് നോർമലി ഒരു ജേർണലിംഗ് കിറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും കളർ തീം സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും അവർ ആ കിറ്റ് റെഡിയാക്കിയിട്ടുണ്ടാവുക. ഇതാവുമ്പം അത്യാവശ്യം എല്ലാ കളറും, ഏകദേശം കുറേ കളേഴ്സൊക്കെ ഇതിനകത്തുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിൽ വേണം ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ക്യൂട്ടാണ് ഓരോ സാധനങ്ങളും. നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പോലെ തന്നെയാണ് ഞാനും അത് കാണുന്നത്. ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നതിൻ്റെ തിരക്കിൽ എനിക്ക് കൂടുതലായിട്ട് ഞാനത് കണ്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച് തന്നു പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണിക്കുന്നതിനെക്കാട്ടിലും നല്ല കുറച്ചുകൂടെ ഭംഗിയാണിത് നേരിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഗിവ് അവേയിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ചാൻസ് എന്തായാലും മിസ് ചെയ്യരുത്. അത്യാവശ്യം ഫെയറി ആണെങ്കിൽ ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് ടച്ച് വന്ന് പോയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ഒരു നല്ല മിക്സഡ് തീം, അതായത് ഫ്ലോറൽ തീം പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ആനിമൽസിൻ്റെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അതായത് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ഇല്ലേ, അത് കുറച്ചുണ്ട്. അപ്പം ഞാൻ ബാക്കി ഇതെല്ലാം കാണിച്ചത് തന്നെയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാവർക്കും ഗിവ് അവേ തരാണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കുള്ളത് 2 വാഷി ടേപ്പാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അത് കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഇത്. പേപ്പറാണോ ചോദിച്ചാൽ ഇത് നല്ലൊരു ഗ്ലേസിനെസ് വരുന്ന ഒരു കൈൻഡ് ഓഫ് വാഷി ടേപ്പാണ്. പിന്നെ ഇതായിട്ട് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് നിങ്ങൾക്കറിയോ, ഇതിനകത്ത് സ്റ്റിക്കേഴ്സ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വരുന്ന ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സും ഉണ്ട്. നമ്മുടെ വൈറ്റ് ഒരു വാക്സ് ഷീറ്റ് പോലെ വരത്തില്ലേ, അങ്ങനത്തെ സ്റ്റിക്കർ ഷീറ്റും ഉണ്ട്. ആ സ്റ്റിക്കേഴ്സ് അത്രേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു, കാരണം ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇനി പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇനിയും അതിനകത്ത് സ്റ്റിക്കർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതേപോലെ നോട്ട്സ് എന്ന് എഴുതിയിട്ടുള്ള കുറച്ചധികം നോട്ട്സിൻ്റെ പോലത്തെ ഇത് കാർഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ ഒട്ടിച്ച് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്ത് കാർട്ടിനകത്ത് ആക്കി കൊടുക്കാം. പിന്നെയും ഇതുപോലെ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടു ഡു ഒക്കെ എഴുതേണ്ട പോലത്തെ ബോക്സ് ഉണ്ട്, നമുക്ക് ടിക്കിട്ട് പോകാൻ പോലത്തെ ബോക്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടു ഡു പോലെയൊക്കെ എഴുതിയിട്ട്
എന്ത് ചെയ്യാൻ പറ്റും, ജേർണലിങ്ങിൽ എഴുതിയിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അതൊക്കെ എഴുതിയിട്ടൊക്കെ ടിക്ക് ചെയ്യാം. നിങ്ങൾക്ക് പല പർപ്പസിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഓരോന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന ഈ കുറച്ച് കാർഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പാറ്റേൺ നല്ല രസമുണ്ട്, ഒരു ഫ്ലോറൽ തീമൊക്കെ കൊടുത്തു വന്നപ്പം അടിപൊളിയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇത് അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കളർ തീമിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതും ഇതുപോലെ തന്നെ കാർഡാണ്. നല്ല അത്യാവശ്യം പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. വാക്സ് ഷീറ്റ് പോലത്തെ എന്താ പറയുക കാർഡുകൾ ഇതിനകത്തുണ്ട്, അല്ലാണ്ട് പേപ്പർ ടൈപ്പ് വരുന്നതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഞാൻ ഇത്രയും ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു അൺബോക്സിങ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു പോട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാത്തവരാണെങ്കിലും വാങ്ങണം എന്നുള്ളവരായാലും അവർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പർപ്പിൾ തീമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായാലും ഒരു പർപ്പിൾ തീമിലൊരു ഗേളിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കേഴ്സ് അത്രമാത്രമല്ല ഇനിയും ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ ഞെട്ടിപ്പോയടാ, ബാക്കി സ്റ്റിക്കേഴ്സ് കൂടെ കണ്ടപ്പോൾ ഞാനാണെങ്കിൽ അയ്യോ നായിപ്പോയി, ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ സ്റ്റിക്കേഴ്സ് നമ്മൾ വയ്ക്കാത്തത്. ഇതിനകത്ത് തന്നെ സ്റ്റിക്കേഴ്സ് കുറേ ഉണ്ടായിരുന്നു. ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വാങ്ങാം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൽ നിർത്തിയത്. അപ്പോൾ അങ്ങനെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ നമ്മൾ ടിയർ ചെയ്തിട്ട് 2 പേജസിലൊക്കെ ആയിട്ട് കുറേ ജേർണലിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ വാക്സ് ഷീറ്റ് പോലെ അത്രയും തിന്നായിട്ട് വരുന്ന പോലത്തെ ഷീറ്റ്, അതാണ് ഞാൻ ആ പറഞ്ഞ ഷീറ്റാണിത്. ഇത് 4 or 5 എങ്ങാണ്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 എണ്ണം ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാൻ. അത്രയും ഒരു പ്രിറ്റി ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓരോന്ന് എടുക്കുമ്പം ഓക്കെ ഓരോരോ സെക്ഷനായിട്ടൊക്കെ അല്ലേ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇത് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കിറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്തവർക്കിത് ഒരു അതിശയം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ജേർണലിങ് ലവേഴ്സിന് ഈ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അവർക്ക് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ലിസ്റ്റിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ കുറേ വെച്ചിട്ടുള്ളത് പല പർപ്പസിനായിട്ടാണ്. ഇങ്ങനെ കിറ്റിൻ്റെയും ഈ ലിസ്റ്റിൻ്റെയൊക്കെ കുറേ പേപ്പേഴ്സ് അവർ വെച്ചിട്ടുള്ളത്. മുന്നേയൊക്കെ കുറേ നമ്മുടെ യൂട്യൂബേഴ്സ് വേറെയൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ ഞാൻ കേട്ടിട്ടാണ് ഇത് എന്തിനാ വേണ്ടിയിട്ടാണ് കുറേയൊക്കെ ഉള്ളതെന്നുള്ളത് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പല നമ്മൾ ജേർണലിങ് സ്പ്രെഡ് ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ നോട്ടായിട്ടൊക്കെ എഴുതേണ്ടിയൊക്കെ വന്നാൽ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കുറേ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാണ് ഫുൾ ഒരു ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഉള്ള സംഭവങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാം.